സാർ നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള വിവാദങ്ങളായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് 11 ദിവസത്തിന് ശേഷമാണ് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ AICCക്കും ഹൈക്കമാൻഡിനുമെല്ലാം സാധിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയെ നിശ്ചയിച്ച അതേ ദിവസം തന്നെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെയും CPM നിശ്ചയിക്കുകയുണ്ടായി. പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കുമ്പോൾ അതിൽ വലിയ തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ വീണ്ടും ഉടലെടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതായത് മുഖ്യമന്ത്രിയെ പെട്ടെന്ന് തന്നെ തീരുമാനിക്കേണ്ട ആവശ്യകതയുണ്ട്. കാരണം മുഖ്യമന്ത്രിയെ തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞാൽ മറ്റു മന്ത്രിമാരെയും വകുപ്പുകളുമെല്ലാം തീരുമാനിക്കപ്പെടുകയുള്ളൂ എന്നതിനാൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്നുള്ളത് വലിയ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്, അല്ലെങ്കിൽ കഴിയുന്നത്ര വേഗത്തിൽ എടുക്കേണ്ട ഒരു തീരുമാനം തന്നെയാണ്. എന്നാൽ പ്രതിപക്ഷ നേതാവാകട്ടെ, പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ട അത്ര തന്നെ ദ്രുതഗതിയിൽ തീരുമാനിക്കപ്പെടേണ്ട കാര്യമല്ല. ആവശ്യം ഘടകകക്ഷികളുമായി ആലോചിച്ച് കൃത്യമായി സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ അങ്ങോട്ടേക്കാണ് പറഞ്ഞു വരുന്നത്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി വീണ്ടും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത്. ഈ പിണറായി വിജയനെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കുമ്പോൾ ഒരുപാട് ഘടകങ്ങൾ അതിൽ വിയോജിച്ച് നിൽക്കുന്നു. വീണ്ടും CPMൽ പൊട്ടിത്തെറിക്ക് സമാനമായ രീതിയിലുള്ള ഒരു അന്തരീക്ഷം സംജാതമാകുന്നു. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMനുണ്ടായ ദയനീയമായ പരാജയത്തിൻ്റെ കാരണക്കാരിൽ മുഖ്യ കാരണം എന്ന് പറയുന്നത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ധാർഷ്ട്യവും അഹങ്കാരവും കലർന്ന പ്രവൃത്തിയും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതിയും ശാരീരിക ഭാഷയും അദ്ദേഹത്തിൻ്റെ ഭാഷാപ്രയോഗങ്ങളും തന്നെയാണ് എന്ന് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലാ കമ്മിറ്റികളിലും ബ്രാഞ്ച് കമ്മിറ്റികളിലും അതുപോലെ ഏരിയ കമ്മിറ്റികളിലുമെല്ലാം അതിനിശിതമായ രീതിയിൽ തന്നെ വിമർശനം ഉയരുന്നു. തോൽവിക്ക് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ്റെയും പെരുമാറ്റ ശൈലിയും ഭാഷാ ശൈലിയും തന്നെയാണ് എന്ന് എല്ലാ ജില്ലാ കമ്മിറ്റികളിലും എടുത്തെടുത്ത് പറയുന്നു. ഈ ജില്ലാ കമ്മിറ്റികളെല്ലാം ചേരുന്നതിന് മുമ്പായിക്കൊണ്ട് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും മുഖ്യമന്ത്രി, അതായത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മതി പ്രതിപക്ഷ നേതാവ് എന്നൊരു തീരുമാനം എടുക്കുന്നു. സംസ്ഥാന സമിതിയെ കൊണ്ട് അത് അംഗീകരിപ്പിക്കുന്നു. പോളിറ്റ് ബ്യൂറോയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതായത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കുന്ന ഒരു വിവരം ചെല്ലുമ്പോൾ അവിടെ വോട്ടെടുപ്പ് നടക്കുന്നു. വോട്ടെടുപ്പിൽ പിണറായി വിജയന് ഉൾപ്പെടെയുള്ള ആളുകൾ വോട്ട് ചെയ്തിട്ടും 7 പേർ പിണറായി വിജയന് എതിരായി വോട്ട് ചെയ്യുന്നു. എന്തിനാണ് ജില്ലാ കമ്മിറ്റികളിലെല്ലാം തെരഞ്ഞെടുപ്പ് അവലോകനം പൂർത്തിയാകുന്നതിന് മുമ്പ് ദ്രുതഗതിയിൽ പിണറായി വിജയന് ഇങ്ങനെ പ്രതിപക്ഷ നേതാവായി ഒരു തീരുമാനം എടുത്തത് എന്നുള്ളതാണ് രാഷ്ട്രീയ പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയ നിരീക്ഷകനായ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീ രാജ്മോഹൻ സാറിനോട് എൻ്റെ ചോദ്യം. മിസ്റ്റർ പ്രദീപ് പറഞ്ഞ പല വിശദീകരണങ്ങളും അല്ലെങ്കിൽ പല വ്യാഖ്യാനങ്ങളും കൂടുതൽ വിശദീകരണം അർഹിക്കുന്നതാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ളൊരു കമൻറ്റ്, എന്തുകൊണ്ട് പിണറായി വിജയനെ രണ്ടാമത് വീണ്ടും മുഖ്യമന്ത്രി അല്ല പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തു എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു സർക്കാസ്റ്റിക് കമൻറ്റ് ചാനൽ ചർച്ചകളിൽ ആരോ പറയുന്നത് കേട്ടതാണ്. പിണറായി വിജയന് മാർച്ച് തൊട്ടുള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആത്മാക്കളും പ്രേതാത്മാക്കളും പരാതാത്മാക്കളും ഒരു അസൈൻമെൻ്റ് ഉണ്ടായിരുന്നു. കേരളത്തിൽ CPMനെ ഇല്ലാതാക്കുക, എലിമിനേറ്റ് ഈവൻ ഫ്രം ദ മാപ്പ് ഓഫ് കേരള. കേരളത്തിൻ്റെ ഒരു ഭാഗത്തും പിണറായി വിജയനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കാണാൻ പാടില്ല, ചുമല കളറെ കാണാൻ പാടില്ല. മാപ്പ് ഓഫ് CPM എന്ന് ഞാൻ തിരുത്തി, മാപ്പ് ഓഫ് CPM. പക്ഷേ ഇവിടെ ഇപ്പം 28 സീറ്റ് മിച്ചം കിടപ്പുണ്ട്. അറിയാതെ ജനങ്ങളെ തെറ്റി വോട്ട് ചെയ്തുകൊണ്ട് എന്തുകൊണ്ടാണെന്നറിയില്ല 28 സീറ്റ് CPM ജയിച്ചിട്ടുണ്ട്. 67 സീറ്റ് വേറെ, 35 സീറ്റ് മൊത്തം. അപ്പോൾ 28 സീറ്റും കൂടെ ഇനി തോൽപ്പിക്കാനുണ്ട്. ആ ദൗത്യമാണ് 28 സീറ്റിലും കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാക്കാനുള്ള ദൗത്യമാണ് പിണറായിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. സർക്കാസ്റ്റിക്കായിട്ട് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു പാർട്ടിക്ക് നേതാവ് 3 പേരുള്ള കക്ഷിയാണേലും 4 പേർ, ഇപ്പോൾ BJP പോലും തർക്കമാണ്, 3 പേരേ ഉള്ളൂ. അതിലാര് വേണം പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിനെക്കുറിച്ച് അവർക്കൊരു നിയമസഭാ കക്ഷി നേതാവ് എന്നുള്ളതിനെക്കുറിച്ച് അവർക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റില്ല. അപ്പോൾ ഇവിടെ തർക്കമൊന്നുമില്ലാതെ അവതരിപ്പിക്കാൻ പറ്റുന്ന പിണറായി വിജയൻ മാത്രമാണ്. കാരണം പിണറായി വിജയൻ്റെ അടിമകളാണ് എല്ലാവരും, MLA മാരെല്ലാം എന്ന്
ഇത് അവതരിപ്പിച്ചവർക്കറിയാം. അല്ല സാർ, ഒന്ന് ഇടപെട്ട് സംസാരിച്ചോട്ടെ. എന്നിട്ടും ആ പാർട്ടി പറയുന്നത് തികഞ്ഞ ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. അവിടെ ആർക്കും അഭിപ്രായം തുറന്നു പറയാം. ഉൾപാർട്ടി ജനാധിപത്യം പുലരുന്ന പാർട്ടിയാണെന്ന് പറയുമ്പോൾ ഞാനല്ലാതെ മറ്റാരുണ്ട് CPM-നെ നയിക്കാൻ, അത് ജയിച്ചാലും തോറ്റാലും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയല്ലേ? അല്ല, പിണറായി വിജയൻ്റെ ഏറാൻ മോളുകളെ കൊണ്ട് കുത്തി നിറയ്ക്കപ്പെട്ട ഒരു സെക്രട്ടേറിയറ്റും പാർട്ടി സെക്രട്ടേറിയറ്റും പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയും അതുപോലെ പാർട്ടി ജില്ലാ കമ്മിറ്റിയും എന്തിന് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ വരെ അല്ലെ പലരെയും ശൈലജ ടീച്ചറെ പോലെയുള്ള പലരെയും നിർത്തി തോൽപ്പിക്കുന്നത് വരെ ഈ പിണറായി വിജയൻ്റെ സ്ട്രെങ്ത് അവിടെയുണ്ട്. അപ്പോൾ പിണറായി വിജയനിൽ വിശ്വസിച്ച് പിണറായി വിജയനെ വളർത്തിയെടുത്ത് പിണറായി വിജയൻ്റെ ഏറാൻ മൂളികളായി വന്നിരിക്കുന്നവരുടെ MLA-മാർ നാളെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ, പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് ഒരു ഇലക്ഷൻ വേണ്ടി വന്നാൽ ഉറപ്പായിട്ടും അവിടെ പിണറായി വിജയൻ ജയിക്കും. ആ അവസ്ഥ ഒഴിവാക്കിയാണ് ബോധപൂർവം തൽക്കാലം എല്ലാവരുടെയും സമൂഹത്തോടെ പ്രതിപക്ഷ നേതാവാക്കി വയ്ക്കുകയും എന്നാൽ എല്ലാ ജില്ലാ കമ്മിറ്റികൾക്കും ചെളിവാരി തേക്കാൻ, ചാണകവെള്ളം ഒഴിക്കാൻ ഉള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റിയും ഓൾ ഇന്ത്യ കമ്മിറ്റി ചെയ്തിരിക്കുന്നത്. അല്ല സാർ, ഇപ്പോൾ ഈ തിരുവനന്തപുരം, പത്തനംതിട്ട പോലുള്ള ജില്ലാ കമ്മിറ്റികളിൽ ഇപ്പോഴും ചേർന്നുകൊണ്ടിരിക്കുന്ന പരസ്യമായി തന്നെ അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ വന്നിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ MV ഗോവിന്ദനെ ഇരുത്തി തോലുരിയുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് MV ഗോവിന്ദന് അവസാനം സമ്മതിക്കേണ്ടതായി വന്നു. അതായത് MV ഗോവിന്ദൻ്റെ പെരുമാറ്റ ശൈലിയും ഭാഷാ രീതിയും തന്നെയാണ് CPM എന്ന ഈ പ്രസ്ഥാനത്തെ, ഇടതുപക്ഷം എന്ന ഈ പ്രസ്ഥാനത്തെ ഇത്ര ദയനീയമായി പരാജയപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ അതിന് മറുപടി പറയുമ്പോൾ MV ഗോവിന്ദൻ ഒരു കാര്യം എടുത്തു പറഞ്ഞു. ശരിയാണ്, എൻ്റെ വീട്ടിൽ പോലും എൻ്റെ ഭാഷാ ശൈലിയെക്കുറിച്ചും പെരുമാറ്റ ശൈലിയെക്കുറിച്ചും ആരോപണമുണ്ടായിട്ടുണ്ട്, ഞാനത് തിരുത്തും എന്ന് പറയുമ്പോൾ പിണറായി വിജയനും ഈ MV ഗോവിന്ദനുമാണ് ഈ പാർട്ടിയെ തോൽപ്പിച്ചത് എന്നുള്ള ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം അക്ഷരാർത്ഥത്തിൽ MV ഗോവിന്ദൻ ശരിവയ്ക്കുന്നു. പിണറായി വിജയന്റെ നെറുക് പിളർക്കുന്ന തരത്തിൽ തന്നെ MV ഗോവിന്ദൻ അത് ശരിവയ്ക്കുന്നു. പിണറായി വിജയന് ഇതിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് സമ്മതിക്കുന്നു. എന്നിട്ടും MV ഗോവിന്ദൻ അടങ്ങുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ഈ പിണറായി വിജയനെ തന്നെ വീണ്ടും പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കുമ്പോൾ സാറ് പറഞ്ഞ പോലെ അവഹേളിച്ച് കൂടുതൽ അവഹേളിച്ച് ഇറക്കി വിടാനുള്ള ഒരു അവസരം എന്ന രീതിയിലാണോ പിണറായി വിജയനെ വീണ്ടും ആ സ്ഥാനത്തിരുത്തിയിരിക്കുന്നത്? ഉറപ്പായിട്ടും. കാരണം പിണറായി വിജയനാൽ അവഹേളിക്കപ്പെട്ട ശൈലജ ടീച്ചർ മുതൽ ഒത്തിരി ആൾക്കാരുണ്ട്. പ്രദീപ് കുമാർ കോഴിക്കോട് മത്സരിച്ച് ജയിച്ചുകൊണ്ടിരുന്നാണ്, അയാളെ മാറ്റി ഓടുന്നത്. ഒരുമാതിരി കൊള്ളാവുന്നവരെ മുഴുവൻ ഓരോന്നോരോന്നായിട്ട് മാറ്റി അവസാനം ഇദ്ദേഹം ഇപ്പോൾ ഏറ്റവും അടുത്ത് കൊണ്ടു നിർത്തി റിയാസിനെ കൊണ്ടു നിർത്തി. അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് ഒരുപക്ഷെ വീണ വിജയനെ പരീക്ഷിക്കാൻ നിർത്താം. അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസായിരുന്നു സെക്രട്ടറിയുടെ മകൾ മത്സരിക്കുകയാണ്, MV ഗോവിന്ദൻ്റെ മകൾ ഭാര്യ മത്സരിക്കുകയാണ്, വിലാസിനി മത്സരിക്കുകയാണ്. അപ്പോൾ ശ്യാമള മത്സരിക്കുകയാണ്. എന്തുകൊണ്ട് നാളെ പിണറായി വിജയൻ്റെ മകൾക്ക് വീണ വിജയന് മത്സരിച്ച് കൂടാ? ആർക്കെങ്കിലും മിണ്ടാൻ പറ്റുമോ? പക്ഷെ ഒന്നോർക്കണം, ഈ ശ്യാമള മത്സരിച്ചതിലല്ല പ്രശ്നം. ആരായിരുന്നു ശ്യാമള എന്നതിലാണ് പ്രശ്നം. എന്തായിരുന്നു ശ്യാമള? ആന്തൂർ സാജൻ എങ്ങനെ മരിച്ചു, അല്ലെ അതിന് മരിച്ച ശേഷമുള്ള സാജൻ്റെ കുടുംബക്കാരുടെ വിധവയോടൊക്കെ ഉള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പെരുമാറ്റം തന്നെയായിരുന്നു പ്രശ്നം. ഇവിടെ കോൺഗ്രസിൻ്റെ നിലവിലെ MP ആയ ശ്രീകണ്ഠൻ്റെ ഭാര്യ തുളസി മത്സരിക്കുകയും മന്ത്രിയാവുകയും ചെയ്തു. ആർക്കും വലിയ പരാതികളിൽ എന്താ ഇല്ലാത്ത? അല്ല, ഈ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി അവിടെ തളിപ്പറമ്പിൽ CPM-ന്റെ ജില്ലാ കമ്മിറ്റിയിൽ അതിരൂക്ഷമായ വിമർശനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ വിമർശനങ്ങളെ മറികടന്നുകൊണ്ട് തൃണവൽഗണിച്ചുകൊണ്ട് തന്നെയാണ് PK ശ്യാമളയെ തളിപ്പറമ്പിൽ മത്സരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയുമായിട്ടുള്ള 50 വർഷത്തെ ആ പ്രവർത്തന പാരമ്പര്യം ഉപേക്ഷിച്ചുകൊണ്ട് TK ഗോവിന്ദനെ പോലുള്ള ആളുകൾ വിമതനായി മത്സരിക്കുകയും PK ശ്യാമളയെ തോൽപ്പിക്കുകയും ചെയ്തു. ഒരു TK ഗോവിന്ദൻ മാത്രം വിചാരിച്ച PK ശ്യാമളയെ അവിടെ തോൽപ്പിക്കാൻ സാധിക്കില്ല. അതായത് പാർട്ടിയുടെ ഈറ്റില്ലം ചെങ്കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കണ്ണൂരിലും തളിപ്പറമ്പിലും പയ്യന്നൂരിലുമെല്ലാം ഇതേ രീതിയിലുള്ള ഒരു മാറ്റം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ ജില്ലാ കമ്മിറ്റികൾ വിമർശിക്കുന്ന തരത്തിൽ, ആരോപണം ഉന്നയിക്കുന്ന തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഈ നേതൃത്വത്തിനെതിരെ കൃത്യമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നു. ആ പ്രതികരണം കാണാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ പറഞ്ഞ വാക്കുകൾ കേൾക്കാൻ നേതൃത്വം തയ്യാറാകാത്തതിൻ്റെ പേരിലാണ് ഇവിടെ UDF-ന് 1 കോടി വോട്ട് നേടാൻ സാധിച്ചത്. ഈ 1 കോടി വോട്ട് എന്ന് പറഞ്ഞാൽ UDF-ന്റെ മാത്രം വോട്ടല്ല,
അപ്പൊ ഇത് എന്തുകൊണ്ടാണ് എം വി ഗോവിന്ദനും പിണറായി വിജയനും തിരിച്ചറിയാൻ സാധിക്കാതെ പോയത് എന്നുള്ള വിമർശനങ്ങൾ തന്നെ ഉയരുന്ന സാഹചര്യത്തിൽ വീണ്ടും പ്രതിപക്ഷ നേതൃസ്ഥാനം പിണറായി വിജയനിലേക്ക് തന്നെ എത്തിച്ചേരുന്നു എന്ന് പറയുമ്പോൾ ഇത്തരം ജില്ലാ കമ്മിറ്റികളെല്ലാം ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് വീണ്ടും പുല്ലുവില എന്ന തരത്തിലേക്കല്ലേ കാര്യങ്ങൾ മാറുന്നത്? അല്ല, പുല്ലുവില ആരോപണങ്ങൾ പുല്ലുവിലല്ല. CPM നന്നാകണമെന്ന് ആരാണ് ആഗ്രഹിക്കുന്നത്? ഇനി നന്നാക്കാൻ പറ്റില്ല എന്നുള്ള ഉറച്ച ബോധ്യവും തിരിച്ചറിയൽ ആർക്കുണ്ടായി? CPM ഇനി നന്നാകാൻ പറ്റില്ല, ഒരു കാലത്ത് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ആ തിരിച്ചറിവ് ഉണ്ടായത് പിണറായി വിജയനാണ് ആദ്യം ഉണ്ടായത്. അപ്പോൾ ഉള്ളത് കൊണ്ട് രക്ഷപ്പെടുക, ആ ഒറ്റ കാഴ്ചപ്പാടിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ, അവസാനിപ്പിക്കണമെന്നറിയില്ല, സമയം ഒന്നുകൂടെ പറഞ്ഞാൽ പറയൂ. VKN പിതാമഹൻ എന്ന് പറഞ്ഞ കഥയുണ്ട്, പലരും വായിച്ചിട്ടുണ്ടാവും. ഹാസ്യസാഹിത്യത്തിന്റെ രാജാവെന്ന് പറഞ്ഞ അത് വളരെ സമർത്ഥമായിട്ട് പിതാമഹൻ കൊച്ചി രാജ്യത്തെ ഗവർണറായിരുന്നു. എല്ലാ ധനകാര്യ ഇടപാടുകളും കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമാണ്. എങ്ങനെ അഴിമതി ശാസ്ത്രീയമായി നടത്താമെന്നും അദ്ദേഹം നാട്ടുകാർക്ക് കാണിച്ചെന്നും പിൻതലമുറയെ പഠിപ്പിച്ചു. അപ്പോൾ ഈ VKN അവസാനം ഇയാളെ പിതാമഹനെ ഗവർണർ സ്ഥാനത്ത് ചെയ്ത് എല്ലാം കൊച്ചി രാജ്യം മുഴുവൻ കൊള്ളയടിച്ചു. പിന്നെ ഒന്നും മിച്ചം കൊള്ള ചെയ്യാനില്ല. ഇയാളെ പിതാമഹൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ബ്രിട്ടീഷ് വൈസ്രോയിയെ മദ്രാസിൽ നിന്ന് വിളിച്ചു വരുത്തി, ഗവർണർ ജനറലിനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഒരു താക്കോൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊച്ചി രാജ്യത്തിൻ്റെ താക്കോലാണ്, എനിക്കെടുക്കാവുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, എനിക്കിതുമായി ഒരു കപ്പൽ വേണം, ലണ്ടനിലേക്കോ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാൻ ഒരു കപ്പലും മറ്റ് സൗകര്യങ്ങളും ഒന്ന് അറേഞ്ച് ചെയ്ത് തരണം, ഈ സാധനങ്ങൾ കൊണ്ട് ഞാൻ പൊക്കോളാം, കൊച്ചി രാജ്യം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തോ എന്ന് പറഞ്ഞ് രാജ്യത്തെ വിറ്റ ഒരു ഭരണാധികാരിയായിട്ടാണ് പിതാമഹനെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കും ഒരു പിതാമഹൻ അല്ല നമ്മൾ വിളിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, കാരണഭൂതനാണ് വിളിക്കുന്നത്. കേരളത്തിലും ഉണ്ടായിരിക്കുന്ന അവസ്ഥ അതുതന്നെയാണ്. അല്ല, ഇവിടെ സാർ പറഞ്ഞ പോലെ VKN ഉദാഹരിച്ചൊരു കഥ പറഞ്ഞതുപോലെ ഇനിയൊന്നും ശേഷിച്ചിട്ടില്ല, രാജ്യത്തുള്ളതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്, രാജ്യം നിങ്ങൾ എടുത്തോളൂ, എന്താ വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ 10 വർഷക്കാലം പാർട്ടിയെയും ഭരണത്തെയും തൻ്റെ കയ്യിൽ ഒതുക്കിക്കൊണ്ട് നടന്നിരുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് അധികാരത്തിൻ്റെ ഛത്രചാമരങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ക്യാബിനറ്റ് റാങ്കിൽ ഉള്ള ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുകയും അതിൻ്റെ സുഖസൗകര്യങ്ങളിൽ അഭിരമിച്ച് ശിഷ്ടകാലം അദ്ദേഹത്തിന് വീണ്ടും അധികാരത്തിൻ്റെ വെൺകൊറ്റക്കുട ചൂടി നടക്കാൻ വേണ്ടി തന്നെയുള്ളൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു തീരുമാനം കൈക്കൊണ്ടത് എന്ന് നമ്മൾ മാധ്യമങ്ങളല്ല പറയുന്നത്, അവരുടെ പാർട്ടിക്കാർ തന്നെ പറയുന്നു. അതിനിനിയും സമ്മതിക്കില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പിണറായി വിജയൻ വേണ്ട എന്ന് തന്നെയാണ് പത്തനംതിട്ടയും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലും ഒക്കെ ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്ന അഭിപ്രായങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കും ഇനി കൂടുതൽ പ്രതികരണം എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പിണറായി വിജയനെ തന്നെ വീണ്ടും പ്രതിപക്ഷ സ്ഥാനത്ത് കാണാൻ സാധിക്കുമോ, അതോ കുറച്ച് നാൾ കഴിയുമ്പോൾ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെച്ച് മാറിപ്പോകേണ്ടി വരുമോ എന്നുള്ളതെല്ലാം നമുക്ക് കാത്തിരിക്കാം, കണ്ടറിയാം.